അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ റൈറ്റിംഗ് ബോർഡിൻ്റെ റിവ്യൂ പ്ലസ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി കുട്ടികൾക്ക് സ്മാർട്ടായി പഠിക്കാൻ സ്മാർട്ട് ഈ ഉപകരണം കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റിംഗ് ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി തന്നെ ഇതിൻ്റെ കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇനി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ടായിട്ട് എഴുതി പഠിക്കാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം ആണ് ഇത്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചോക്ക് വെച്ച് സ്ലേറ്റിൽ കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കും. അപ്പോൾ കുറച്ച് കുട്ടികൾക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പരിഹാരമായിരിക്കും. അപ്പോൾ നമ്മുടെ LCD റൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത് കിഡുവാണ് സംഭവം. അതിനായിട്ടൊരു സ്റ്റൈലസ് ഉണ്ട് എഴുതാനായിട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. വെരി തിൻ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൈറ്റിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഡിലീറ്റ് ബട്ടൺ കാണാം. പിന്നെ സൈഡിലായിട്ട് സ്റ്റൈലസ് കാണാം. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഈ സ്ക്രീനിൽ എഴുതുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ലോക്ക് ആൻഡ് അൺലോക്ക് സിമ്പിൾ നമുക്ക് കാണാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബട്ടണും കൂടി കാണാം. ഇനി നമ്മളിതിപ്പോൾ ലോക്കിൽ വെച്ച് ലോക്ക് എന്നുള്ള സിമ്പിളിലോട്ട് ആ സൈഡിലോട്ട് ബട്ടൺ മൂവ് ചെയ്ത് നമ്മൾ ഈ സ്റ്റൈലസ് വെച്ച് ഈ സ്ക്രീനിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ പ്രസ് ചെയ്താൽ നമുക്കിത് ഡിലീറ്റായി കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അൺലോക്ക് എന്നുള്ള സിമ്പിളിലോട്ട് നമ്മുടെ ബട്ടൺ മൂവ് ചെയ്ത് നമ്മളിത് ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എഴുതുന്ന സമയത്ത് അവർക്ക് മുഴുവനായി കാണണം എന്നുണ്ടെങ്കിൽ നമ്മളത് ലോക്ക് എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വേണം എഴുതാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ഡിലീറ്റ് ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പ്ലേസും കൂടി കാണാം. അപ്പോൾ 3 വോൾട്ട് ബാറ്ററിയാണ്, റീപ്ലേസബിൾ ബാറ്ററിയാണ് ഇതിൻ്റെത്. അപ്പോൾ കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ പറ്റിയ ഒരു ഈ റൈറ്റിംഗ് ബോർഡാണിത്. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് സ്മാർട്ടായിട്ട് എഴുതി പഠിക്കാൻ പറ്റിയ ഒരു റൈറ്റിംഗ് ബോർഡാണിത്. പിന്നെ പേപ്പറിൽ എഴുതി നമുക്കിപ്പോൾ പേപ്പർ വേസ്റ്റ് ആക്കേണ്ട. ആവശ്യാനുസരണം നമുക്കിതിൽ എഴുതി ഡിലീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നല്ല, ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്കിത് ഒരു ലെറ്റർ ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഡിലീറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്ത് പോവും. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ സംഭവം കിടുവാണ്. അപ്പോൾ എഴുതാൻ മാത്രമല്ല വരക്കാനും ഈ ബോർഡ് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Come on.